സെൻട്രൽ പോസ്റ്റ് ഇതിപ്പോൾ ഒരാൾ വന്ന് ഇറങ്ങി. ഇതാണ് ഞാൻ ഇപ്പോൾ ബുക്ക് ചെയ്ത കാറ്. അത് വന്ന് ഇറങ്ങി. അത് ഏജ് ഉണ്ടോ, ഫാമിലി ഉണ്ടോ, ഭാര്യ, ഭർത്താവ്, കുട്ടി. ഇതിപ്പോൾ വന്ന് ഇറങ്ങി. ഇവിടെ നിന്ന് അടുത്ത നമ്മൾ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് വരെ ഇവിടുത്തെ ഒരു 6 കിലോമീറ്റർ വരും. 120 രൂപയേ ഉള്ളൂ. ഇതുള്ളതുകൊണ്ട് തിരക്കില്ല. ഞാൻ ബുക്ക് ചെയ്ത് 1 മിനിറ്റ് പോലും ആവില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ വണ്ടി വന്നതാ. ഒരു നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും അവരുടെയൊക്കെ പോസ്റ്ററും ഇത് തന്നെ ഒഴിവാക്കണം. ഇവർ നിർത്തലാക്കില്ല. നമ്മുടെ ഇത് നിർത്തലാക്കേണ്ട ആരാണ്? നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്കാരാ. ആ രാഷ്ട്രീയ പാർട്ടി നിർത്തേണ്ട രാഷ്ട്രീയ പാർട്ടിയാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്ന രാഷ്ട്രീയ പാർട്ടിയുടെ കാര്യവും അത് തന്നെയാണ്. ഇപ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞ് ഫ്ലെക്സ് വെച്ചത് ഈ റോഡിൽ തന്നെയാണ്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്നും വലിയ മാറ്റമൊന്നും പ്രതീക്ഷിക്കേണ്ട. ജെൻ സി വരണം. അവർ പുറത്ത് വന്ന് കണ്ട ആൾക്കാരായിരിക്കണം. മറ്റ് രാജ്യങ്ങൾ കണ്ട ആൾക്കാർ, അല്ലെങ്കിൽ അവർ പോയി കാണാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തിട്ട് അതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ദിവസം കൊണ്ട് തീരുമാനിക്കാനേ ഉള്ളൂ. പോസ്റ്റർ ഒട്ടിക്കാൻ പാടില്ല, ഫ്ലെക്സ് പ്രിൻ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് അവർക്ക് LED ബോർഡ് കൊടുക്കണം. രാത്രിയൊക്കെ LED ബോർഡാണ്. LED ബോർഡ് ഉപയോഗിക്കുന്നതുകൊണ്ട് ലാഭമാണ്. അവർക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വലിയ ചിലവില്ല. ഒരുപാട് പരസ്യങ്ങൾ ഒരു ബോർഡിൽ തന്നെ ചെയ്യാനും പറ്റും. പക്ഷേ നമ്മുടെ രാഷ്ട്രീയക്കാർ ആ തീരുമാനമൊന്നും എടുക്കില്ല. ഇപ്പോൾ പുതിയതായിട്ട് വന്നാൽ വലുതായിട്ടൊന്നും പ്രതീക്ഷിക്കണ്ട. പിന്നെ മറ്റേ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം വരും. പിന്നെ വി.ഡി. സതീശൻ കുറച്ച് വലിയ കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിലാണ്. ഇത് ഇപ്പോൾ സജീവമായി തുടങ്ങണതേ ഉള്ളൂ. ഇവിടെ ഒരു മണി 2 മണിയാവും റോഡൊക്കെ ഒന്ന് അനങ്ങി തുടങ്ങാൻ വേണ്ടിയിട്ട്. റൂമിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോഴേ രാവിലെയൊക്കെ, കാരണം രാത്രി 2 മണിക്ക് 3 മണിക്കൊന്ന് കിടക്കുന്ന ആൾക്കാരാണ്. പിന്നെ ടൈം വെച്ച് അവരുടെ നാട്ടിലെ ആ ക്ഷീണം വെച്ച് എഴിക്കാനും പറ്റില്ല. അപ്പോൾ അവരൊക്കെ എഴിച്ച് പുറത്തിറങ്ങുമ്പോൾ 2 മണിയാവും ഇവിടെ സജീവമാകും. പിന്നെ അങ്ങോട്ട് 2 മണി വരെയും ഇവിടെ ഫുള്ള് ലൈറ്റും പാട്ടും ഡാൻസും ഇതൊക്കെ കണ്ട ടൂറിസ്റ്റാണ്. ഏജ് കണ്ടോ? ഇൻ ടാക്സി എത്ര കണ്ടാലും മതിയാവില്ല. ഇത് കാണുമ്പോൾ എനിക്കിങ്ങനെ വിഷമമാണ്. ഈ വിൻ ടാക്സി കാണുമ്പോൾ. ഇതവിടെ പാർക്കിൽ കണ്ടോ, ബോക്സിങ്ങിൻ്റെ പ്രാക്ടീസാണ് പാർക്കിൽ. ഈ വിൻ ടാക്സിയുടെ ബാക്കിൽ നമ്മളെ വേറൊരു സാധനം ഉണ്ടുണ്ട്. നമ്മളെ ലണ്ടൻ ബസ്, കേരളത്തിൻ്റെ ഗ്രാമവണ്ടി തൊട്ട് ബാക്കിലുണ്ട്. ഈ വിൻ ടാക്സി അത് ഓട്ടിക്കുന്ന ആൾക്കാരുടെ നിലവാരവും കൂടും. ഇതാ നമ്മളെ ഗ്രാമവണ്ടി പോകണില്ലേ, 10 രൂപ വണ്ടി. ഇവിടെ അത് സെയിം തന്നെയാണ്. കുഞ്ഞു വണ്ടികളാണ്, ഓവർടേക്കിംഗ് ഇല്ല. അതിനൊരു ബൈക്ക് പോകാനുള്ള ട്രാക്കാണ്. ഇതൊക്കെ സബ് റോഡിലാണ്. അവിടെ ഓവർടേക്കിങ്ങോ ബഹളോ ഹാണടിയോ ഒന്നും. ഇത് മൈൻഡ് മാറുന്നതാണ് ആൾക്കാർക്ക്. നമ്മുടെ ഭരണകർത്താക്കൾ മാറ്റിയെടുക്കുന്നതാണ്. ഇത് വൃത്തിയില്ല, ഞാനും ചവറൂരി റോഡിൽ കളയും, ഇവിടെ വന്നു കഴിഞ്ഞാൽ തുപ്പമില്ല, നാട്ടിൽ തുപ്പലിൻ്റെ അങ്ങറ്റ. നമുക്കത് മാറും, നമുക്ക് തോന്നൂല. ഈ മാറ്റിയെടുക്കലാണ്. അവിടെ ഭരണാധികാരി മാറ്റിയെടുക്കേണ്ട കാര്യങ്ങളൊന്നും അവർ ചെയ്യില്ല. അവിടെ എന്ത് തെണ്ടിത്തരവും കാണിക്കുക, ഒരു പ്രശ്നമില്ല. ജനാധിപത്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ വോട്ടാണ്, നമ്മുടെ ടാക്സിലാണ് മന്ത്രിമാർ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് കടത്തിണ്ണ ഇരുന്നുകൊണ്ട് ചർച്ചയും ചെയ്യാം. ഈ മാറ്റങ്ങളൊന്നും അറിയുന്നില്ല. എന്നിട്ട് കേരളമാണ് മറ്റേ ബംഗാളിനെയും ആസാമിനെയും മറ്റേ ഗുജറാത്തിനെയൊക്കെയാണ് കമ്പയർ ചെയ്യണത്. അവിടെയൊക്കെ ആകെ മോശമാണ്. നമ്മളെ കേരളമാണ് ഭയങ്കര സംഭവം. കേരളം സ്വർഗ്ഗഭൂമിയാണ്. ഇവർ കുറച്ച് മാറി നമ്മുടെ അതേ ഇതുള്ള വിയറ്റ്നാം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു 6.5 കോടിയോ 7 കോടി ജനങ്ങൾ മാത്രമുള്ള ഒരു രാജ്യമാണ് തോന്നുന്നത് കേട്ടോ. തെറ്റായിരിക്കും, ഞാൻ വലിയ പഠിപ്പിച്ചൊന്നുമല്ല, തെറ്റായിരിക്കാം. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ 2 കേരളം തമിഴ്നാട് അത്രേ ഉള്ളൂ. നമുക്ക് മാറ്റിയെടുക്കാമല്ലോ. നമുക്ക് പ്രധാനമന്ത്രിയൊന്നും ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു നാട് വികസിക്കാൻ പ്രധാനമന്ത്രിയൊന്നും നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പ്രധാനമന്ത്രിയുടെ പണവും വരേണ്ട കാര്യമില്ല. നാട് വികസിക്കാൻ നാട്ടിലെ ഭരണാധികാരികളാണ് വിചാരിക്കേണ്ടത്. ചെറിയ സ്നാക്സൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ. പാർട്ടിയിൽ ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് കാണാൻ തന്നെ എന്ത് ചന്തമെന്ന് അറിയാമോ? ചുവപ്പ്, അത് കാണുമ്പോൾ ഒരു സന്തോഷമാണ്. ആ ചുവപ്പ് കൊടി അത് ഇത്ര വൃത്തിക്കാണ് വെച്ചിരിക്കണമെന്ന് കണ്ടിട്ടുണ്ടോ? ഇതൊക്കെ രാത്രി ആഘോഷത്തിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഇതിങ്ങനെ ഇപ്പോൾ കിടക്കുന്ന നോക്കണ്ട, രാത്രി ആഘോഷത്തിൻ്റെ ഏരിയകളാണ്. ഇതാ വിൻഫാസ്റ്റ് ആ നാട്ടിനെ എത്രത്തോളം സൗന്ദര്യവൽക്കരിക്കണം നോക്കിയാണ്. നമ്മൾ ഓട്ടോറിക്ഷ പോകണതാണ് ഇതായി പോണത്. ഇവിടുത്തെ ഓട്ടോയാണ്. അതിനേക്കാൾ പ്രൈസ് കുറവാണ്. ഞാൻ ഇത്രയും യാത്ര ചെയ്തിട്ട്
എനിക്കായിട്ടുള്ളത് 110 രൂപ, ഇന്ത്യൻ മണി 110 രൂപയാണ് ആയിട്ടുള്ളത്. AC ഇട്ട് നല്ല ലെവലിൽ പോവാം. ഓട്ടോകളെല്ലാം പിടിച്ചു വാങ്ങിച്ച് കത്തിച്ചളയണം. ഓച്ചുവൺ സിറ്റിയിലെ രണ്ടാമത്തെ മെയിൻ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്, സൈഗൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. ഇവരുടെ എഴുത്തിൽ ഇത് BUUDIEN ആണ്. പക്ഷേ ബുദ്ധീൻ എന്തൊക്കെയാണ് വായിക്കുന്നത്, അവരെന്തൊക്കെയാണ് വായിക്കുക ഇതിനെ. പക്ഷെ നമ്മളിതിനെ വിളിക്കുന്നത് സൈഗൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് സിറ്റി ടൂർ ബസ്. നമ്മുടെ ബസ് കോഴിക്കോട് കിടന്ന് ഓടുന്ന ബസ് ഇവർ കണ്ടു കഴിഞ്ഞാൽ ഇവർ അതിശയിച്ചു പോകും. ഇങ്ങനെ ഇത്രയും സൗന്ദര്യമുള്ളൊരു ബസ് നമ്മളവിടെ ഉണ്ടായെന്നുള്ളത്. സിറ്റി ടൂറിനുള്ള ബസ്സിൽ വരുന്നതാണ്. ഇത് അതിനുള്ള ലൈനാണ്. അപ്പോൾ നമുക്ക് പോസ്റ്റ് ഓഫീസിലോട്ട് പോവാം. ഞാൻ നിൽക്കലെടുക്കുമ്പോൾ ഏജുകാരെ നോക്കിക്കോളണം കേട്ടോ. ചെറുപ്പക്കാരെന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. എല്ലാ ഫാമിലീസാണ് വരുന്നത്. ഫാമിലി സൈഗൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഒരു പ്രത്യേകത, നമുക്ക് ആർക്കെങ്കിലും ലെറ്റർ അയക്കണമെങ്കിൽ ഇവിടെ നമുക്ക് പോസ്റ്റ് ചെയ്യാം. അത് നേരെ നാട്ടിലെത്തും. നമുക്കിവിടുന്ന് പോസ്റ്റിൽ അയക്കാം. ഇത് ഇവിടുത്തെ സുവനീറാണ്, സ്പ്രേ. വിയറ്റ്നാമിൻ്റെ ആ കുട്ടികളുടെ ആ ക്യാപ്പും ഇതൊക്കെ ആയിട്ട് ഇതാണ് നമ്മുടെ പോസ്റ്റൽ. നമുക്ക് അയക്കാം. ഇത് അയക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആൾക്കാർ നിൽക്കുന്നത്. ഈ സായിപ്പുമാർ ഭയങ്കര പാവങ്ങൾ. അവർക്ക് ഇതൊക്കെ ഭയങ്കര സംഭവം, ഭയങ്കര കാര്യമായിട്ട് എത്ര രൂപയാണെങ്കിലും അവർ ചെയ്തോളൂ. ഇത് കണ്ടോ, ഇത് കോഫി ഷോപ്പ്. ഇവിടെ മൊത്തം കച്ചവടമാണ്. ലെറ്റർ എടുക്കാം, പോസ്റ്റ് ചെയ്യാം. ഓരോരോ ഇതായിട്ട് എഴുതി അവർ അയക്കുന്നുണ്ട്. അവരുടെ ഫ്രണ്ട്സിന് പല പല രാജ്യങ്ങളിലോട്ട് അയക്കുന്നുണ്ട്. ഇത് ഫുള്ള് കച്ചവടമാണ്. സെൻട്രൽ പോസ്റ്റ് ഓഫീസ്, ഓച്ചുവൺ സിറ്റി. ഇത് ഓച്ചുവൺ സിറ്റിയിലെ രണ്ടാമത്തെ സ്ഥലമാണ്, രണ്ടാമത്തെ മസ്റ്റ് വിസിറ്റ് സ്ഥലമാണ് ഓച്ചുവൺ സിറ്റി സൈഗൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ്. പിന്നെ അത് ഓച്ചുവൺ സിറ്റി പേര് മാറിയപ്പോൾ ഇവിടെ മാറിയതാണ്. അല്പം നീ അയക്കില്ലേ? അലയനയ്ക്കൊന്ന് അയച്ചോ, കെവിനൊന്ന് അയച്ചോ. നമ്മളെ കേരളത്തിൽ മാത്രമുള്ള മഴ ഇന്നലെ ഉണ്ടായിരുന്നു, നിർത്താൻ വിചാരിച്ചാണ്. പിന്നെ നമ്മളെ കേരളത്തിൽ മാത്രമുള്ള കാറ്റ്, ആ കാറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്തോണ്ട് പോകും. കാറ്റ് എടുത്തോണ്ട് പോകും. കാറ്റ് സൗണ്ട് കേൾക്കുന്നുണ്ടോ എന്തോ. നമ്മളെ കേരളത്തിൽ മാത്രമുള്ള മഴ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെ കേരളത്തിൽ മാത്രം അനുഭവപ്പെടുന്ന കാറ്റ് അത് ഇവിടെ ഉണ്ട്. നമ്മളെ സ്വർഗത്തിൽ മാത്രമുള്ള കാര്യങ്ങൾ മറ്റു രാജ്യങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിനി പേടിക്കണം. ഇതൊക്കെ ഏത് കാലത്താണെന്തോ നമ്മുടെ നാട് തിരിച്ചറിഞ്ഞ് അവിടെ നിന്ന് ഇതൊക്കെ മാറ്റാൻ നല്ല നിയമം കൊണ്ടുവന്ന് നിർബന്ധമായിട്ട് മാറ്റിച്ച് നമ്മുടെ അവിടെ ഒരുപാട് സോഴ്സുണ്ട്. നമ്മുടെ ടൂറിസ്റ്റിന് വരാൻ പറ്റിയ, എനിക്ക് തോന്നുന്നു ലോകത്ത് തന്നെ ഏറ്റവും നമ്പർ 1 ഡെസ്റ്റിനേഷൻ വന്നിട്ട് കോഴിക്കോട്, വയനാട്, മലപ്പുറം, ഈ 3 ജില്ലയായിരിക്കും. ഈ 3 ജില്ലയുടെ പ്രത്യേകത വർണ്ണിച്ചാൽ തീരില്ല കേട്ടോ. ബീച്ച് ടൂറിസം, നമ്മുടെ റിവർ ടൂറിസം, പിന്നെ നമ്മുടെ മല ടൂറിസം, ഹിൽ ടൂറിസം. ഈ മൂന്നും ലോകത്ത് ഇപ്പോൾ നിൽക്കുന്ന വലിയ ആൾക്കാരെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതി. അവർക്ക് സ്ഥലം കൊടുത്താൽ മതി, അവർ വന്ന് ചെയ്തോളൂ. അവർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് പ്രോപ്പർട്ടി കൊടുക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ. ഇവിടെ ആരാ ഇതിനൊക്കെ സമ്മതിക്കുക? നിയമം ഇപ്പോൾ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്താലും പറഞ്ഞാൽ പറയും കുഞ്ഞാലിക്കുട്ടിയുടെ ചെറുമോനാണ് തുടങ്ങുന്നത്, അതുകൊണ്ട് ഇത് തട്ടിപ്പാട് പറയും. അതുകൊണ്ട് മറ്റൊരു പേടിക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇത് നടത്താനും കൊണ്ടുവരാനും ആളെ ഇറക്കാനും കഴിവുള്ളവർ വേറെ പുറത്തുണ്ട്. നമ്മുടെ 2-3 പീക്ക് കച്ചവടക്കാരല്ല പുറത്തുള്ള കച്ചവടക്കാരെന്ന് പറയണത്. ഇതിനൊക്കെ കണക്കായിട്ട് ടൂറിസം എന്താണെന്ന് ചെയ്ത് പരിചയമുള്ള ആൾക്കാർ പുറത്ത് രാജ്യങ്ങളുണ്ട്. ഈ മലേഷ്യയിൽ ജെന്തി ഹൈലാൻഡിൽ തുടങ്ങിയ ആൾക്കാരാണ് ഇന്ന് ഏഷ്യൻ കൺട്രി ഭരിക്കുന്ന ഹോസ്പിറ്റാലിറ്റി കൊടുക്കുന്ന ആൾക്കാർ.
അവർ നമ്മുടെ നാട്ടിൽ വരും, അവർക്ക് വിട്ടുകൊടുക്കണം, അവർക്ക് ഒരു മല മുഴുവനോടെ വിട്ടുകൊടുക്കണം, ഒരു ഏരിയ കൊടുത്ത ഏരിയ മുഴുവൻ വിട്ടുകൊടുക്കണം, എന്തും ചെയ്യാനുള്ള അധികാരം അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഒരു ടൂറിസ്റ്റുകളൊക്കെ വന്ന് അപ്പോൾ ഇവർ ചെയ്യും, ഇവർ കൊടുത്താൽ മതി. ഈ 3 ജില്ല എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റിനെ ഒരു 6 ദിവസം നിൽക്കാനുള്ള എല്ലാ മണ്ണോടെ ഉണ്ട്. മുട്ടായിത്തെരുവ് ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. ഇന്ന് വിൽക്കുന്ന കച്ചവടമല്ല, ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് അത് മാറ്റുക. മുട്ടായിത്തെരുവ് എന്ന് പറയുന്നത് മസ്റ്റ് വിസിറ്റ് വരുന്ന സ്ഥലങ്ങളാണ്. ഒരു ഇൻ്റർനാഷണൽ ടൂറിസത്തിൻ്റെ നമ്മൾ ട്രിപ്പ് അഡ്വൈസറിൻ്റെ ഇത് ലിസ്റ്റിൽ വരാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ് മുട്ടായിത്തെരുവ്. ബീച്ചിൻ്റെ അവിടെ നിന്ന് നമ്മുടെ അതായത് ഈ സൗത്ത് ബീച്ചിൽ നിന്ന് നമ്മുടെ വല്യങ്ങാടിയിലോട്ട് പോകുന്നൊരു വഴിയുണ്ട്. ഈ വല്യങ്ങാടി ആ റോഡ് ഒന്നിൽ വല്യങ്ങാടിയെ നമ്മൾ മാറ്റി മറ്റു സ്ഥലം, കാരണം ഇത് ലോഡ് വരെയും പോയ സ്ഥലമാണ്, അത് വലിയ കച്ചവടം നടക്കുന്ന സ്ഥലമാണ്. അവർ ഈ ടൗണിൽ തന്നെ ഇരിക്കണമെന്നില്ല. മുമ്പ് പഴയ കാലങ്ങളിൽ അത് ഓക്കെ, പഴയ കാലങ്ങളിൽ ആൾക്കാർ വരാനും കൊണ്ടുപോകാനും ട്രാൻസ്പോർട്ടിനും ഒക്കെ. ഇപ്പം അങ്ങനെയല്ല, വലിയ ലോറിയിൽ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. വല്യങ്ങാടിയെ മാറ്റുക, എന്നിട്ട് ആ റോഡ് സൗത്ത് ബീച്ചിൽ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷൻ വരെ വാക്കിംഗ് സ്ട്രീറ്റ് ആക്കി കൊടുക്കുക. അവിടെ രാത്രി ആഘോഷമാക്കി കൊടുക്കുക. എന്നിട്ട് ബാക്കി ഹോട്ടലുകൾ മൊത്തം 7 മണിക്ക് ക്ലോസ് ചെയ്യണം, അവിടെ ഓപ്പൺ ആക്കി കൊടുക്കണം. ജനം വന്ന് കുമ്മിയും കേട്ടോ. നമ്മുടെ നാട് 10 വർഷം കൊണ്ട് ഇതൊക്കെ കേരളത്തിൽ സംഭവിക്കാൻ തന്നെയാണ് പോണത്. മാറ്റമില്ല, ഇതെല്ലാം കേരളം സംഭവിക്കും. പക്ഷേ നല്ല ഭരണാധികാരികൾ ഇതൊക്കെ മാറും. കാരണം ഈ വരുന്ന ആൾക്കാർ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയാലും അവിടെ കാണുന്നതിൽ വലിയൊരു പങ്ക് ഇന്ത്യക്കാരാണ്, അതിൽ നല്ലൊരു പങ്ക് മലയാളികളുമുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് ചെയ്ത ബിൽഡിങ്ങാണ്. അവളെ ഫ്രണ്ടിന് ലെറ്റർ അയക്കാനുള്ള പരിപാടിയാണ്. അൽഫു അവരുടെ കൂട്ടുകാരിക്ക് ഒരു ലെറ്റർ അയക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പേര് ആ ലെറ്റർ അയക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എത്ര പൈസ കിട്ടുമെന്ന് പറയാമോ? ആ ലെറ്ററും സ്റ്റാമ്പും എല്ലാം കിട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കാര്യമായിട്ട് ഒട്ടിക്കുക. ഇങ്ങനെ ഇവരുടെയൊക്കെ സ്വഭാവമാണ് ഭയങ്കര ചിരിയും ഭയങ്കര പ്രോത്സാഹനം. നമ്മൾ വീഡിയോ എടുത്ത് ഇടുന്നറിയാം അവർക്ക്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ വരുന്നവർക്കറിയാം, അതാണ് അവരുടെ ജീവിതം എന്നറിയാം. അതുകൊണ്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മളോട് പെരുമാറും. ഈ ജനങ്ങൾ മൊത്തം ഇവിടെ ലെറ്റർ അയക്കാനുള്ള ഉത്സവവും ബഹളമാണ്. ഇത് ഭയങ്കര സീരിയസ് ആയിട്ട് ലെറ്ററും കൊണ്ട് പോവുകയാണ് അയക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെയാണ് ടൂറിസം. ടൂറിസത്തിൽ ഈ പോസ്റ്റ് ഓഫീസ് കാണിക്കുന്നതിനേക്കാൾ ഉപരി നാട്ടിലോട്ട് അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വിയറ്റ്നാമിൽ കുറച്ച് ലെറ്റർ അയക്കുക, അതൊരു സുവനീറായി മാറുക. ഇതൊക്കെയാണ് ടൂറിസം. അല്ലാതെ അവിടെ നിന്ന് ചെരുപ്പൂരിയിട്ട് അകത്ത് കയറി വരണം, പോസ്റ്റ് ഓഫീസിൻ്റെ അതിൽ തുടരുത്, നമ്മുടെ പ്രാചീന പോസ്റ്റ് ഓഫീസാണ്, പിന്നെ അവിടെ സംസാരിക്കരുത്. ഇപ്പോൾ പോലും പോസ്റ്റ് ഓഫീസിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ലെറ്റർ വന്ന് പോസ്റ്റ് ഓഫീസ് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെ വളരെ കുറവാണ്. ഒരു ലെറ്റർ വന്നാൽ ആ ലെറ്റർ നമ്മൾ കൈപ്പറ്റാതെ നമ്മൾ രണ്ടാമത് പോസ്റ്റ് ഓഫീസിലോട്ട് പോവുകയാണെങ്കിൽ അയ്യോ അവരുടെ കാര്യങ്ങളൊക്കെ കണ്ട ചിരി വരും. ഇതൊക്കെ ഇവിടെ റണ്ണിങ് പോസ്റ്റ് ഓഫീസാണ്. അവിടെ ആഭ്യന്തര വിഷയങ്ങൾ ഇതുവഴിയെ പൊയ്ക്കൊണ്ടിരിക്കുക. അതിൻ്റെ കൂടെ അതിനെ പഴമയെ നിലനിർത്തിക്കൊണ്ട് അത് ടൂറിസ്റ്റ് രണ്ടാമത്തെ മസ്റ്റ് വിസിറ്റാണ്. ഹോസ്പിറ്റൽ സിറ്റിയിൽ വരാനുള്ളൊരു 5 കാരണങ്ങൾ രണ്ടാമത്തെ കാരണം. ഇപ്പോൾ ഇത് അയക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു അൽഫ. സ്റ്റാമ്പ് വാച്ച് 30,000 രൂപ. അവിടെ നിന്ന് ഗമ്മിയണം. അവിടെ നിന്ന് ആ 3 ഒട്ടിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. ഇന്ത്യ അത് ഇവിടുത്തെ സർവീസ് ചാർജാണ്. അങ്ങോട്ട് പോവാം. ആ എടുത്തോ. പരിചയമില്ല. ലെറ്റർ ഒന്നും ഉപയോഗിച്ച ഇന്നത്തെ തലമുറയിലെ പിള്ളേർക്ക് അങ്ങനെ പരിചയമില്ലല്ലോ. സ്റ്റിക്കർ ഇളക്കണം. സ്റ്റിക്കർ ഇളക്കി ഫോൾഡ് ചെയ്ത്
അവൾ ഫ്രണ്ട്സിനുള്ള സ്റ്റാമ്പാ, ഇന്ത്യൻ സ്റ്റാമ്പ് ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ട്. 1 രണ്ടാമത്തെ ഒരെണ്ണം. മൂന്ന് സ്റ്റാമ്പാണ് കേട്ടോ. അത് നമ്മുടെ 30,000 രൂപ. 30,000 രൂപയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു 70 രൂപ അടുപ്പിച്ച് വരും. ഇത് നേരെ ഇന്ത്യയിലെത്തി. ഇത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ മാമൻ്റെ കൈ കൊടുത്താ പുള്ളിക്കാരൻ അടിപൊളിയാ. ഓക്കെ 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 ഓക്കെ. ആൾ ഭയങ്കര രസികനാ, ശരിയും രസികനാ, ഭയങ്കര രസികനാ. ഇന്ത്യ പുള്ളി സീൽ ചെയ്തെടുത്തിട്ട് നിൻ്റെ ഈ ലെറ്റർ നേരെ ഇനി ഇന്ത്യയിൽ കാണാൻ നിനക്ക്. ഇന്ത്യയിൽ കേരളത്തിൽ ഈ ലെറ്ററിനെ കാണാൻ പറ്റും. അവളത് ഇട്ട് കഴിഞ്ഞു, അവരവർ സീൽ ചെയ്ത് അയച്ചു കഴിഞ്ഞു. അപ്പോൾ ഹോച്ചിമിൻ സിറ്റിയിൽ പോസ്റ്റ് ഓഫീസ്, സൈഗൺ സെൻട്രൽ പോസ്റ്റ് ഓഫീസ് വരാൻ, നമ്മൾ ഈ ഹോച്ചിമിൻ സിറ്റിയിൽ വരാൻ സാധിച്ചാൽ ഇവിടെ വരിക, ഇവിടുത്തെ ലെറ്റർ നാട്ടിലോട്ട് അയക്കുക, ശ്രമിച്ചാൽ വരാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, ഒരു വർഷം 10 ലക്ഷം രൂപ സമ്പാദിക്കുന്ന ഒരാൾ 2.5 ലക്ഷം രൂപ അവൻ്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുക. ബാക്കി 7 ലക്ഷം രൂപയ്ക്ക് എന്തോ ചെയ്തോട്ടെ. ഒരു 2.5 ലക്ഷം രൂപ, 2.5 ലക്ഷം രൂപയൊക്കെ ഈ വിയറ്റ്നാം വന്ന് ഒരു 10-15 ദിവസം നിന്ന് പോകാനൊക്കെ ധാരാളമാണ്, ഒരുപാടാണ്. ബാക്കിയുണ്ടാവും, പർച്ചേസൊക്കെ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ബാക്കിയുണ്ടാവും. അതുകൊണ്ട് വരാൻ ശ്രമിക്കൂ. ഈ ആഘോഷങ്ങളിൽ നിങ്ങളും പങ്കുചേരൂ, വന്നു കാണൂ. എൻ്റെ വീഡിയോ അതിനുള്ള പ്രചോദനം ഉണ്ടായിരുന്നു വരില്ല, പക്ഷേ വരാൻ ശ്രമിക്കൂ.